ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് പേൾ റീജൻ സിറ്റിയിലാണ്. നമ്മളൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടുത്തെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ സ്ഥലത്തേക്ക് പോയി നമുക്കൊരു കാർഡൊക്കെ കിട്ടി. ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നിഷ ടീച്ചറാണ്. നമ്മളിടം എന്നുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മളെല്ലാവരും ഹാപ്പിയാക്കി വെക്കുക, ഒരു ദിവസമെങ്കിലും എല്ലാവരും ഹാപ്പിയായി ഫ്രീ ആയി ഇരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് തുടങ്ങിയൊരു പ്രോഗ്രാമാണ്. അതിന് എന്താ പറയുക, ഏറ്റവും നല്ലൊരു വേദി ഒരുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മളെ തന്നെ ഹാപ്പിയാക്കി വയ്ക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു മെസ്സേജ് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതായിരുന്നു നിഷ ടീച്ചറുടെ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം. അത് പക്ക നടന്നു എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഹാപ്പി ആയിരുന്നു, ആരും ചിരിക്കാതെ അവിടെ നിന്ന് പോയിട്ടില്ല. അത്രയും എന്താ പറയുക, തമാശകളുടെ ഒരു പൂരപ്പറമ്പായിരുന്നു എന്ന് പറയാം. ഇഷ്ടമുള്ളത് ചെയ്യാം, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, അതിനുള്ള ഒരുപാട് അവസരങ്ങളും ഉണ്ടായിരുന്നു. വളരെയധികം എൻജോയ് ചെയ്യുകയും ചെയ്തു. ആരും ചിരിക്കാതെയും ചിന്തിക്കാതെയും ദുഃഖിക്കാതെയും അവിടെ നിന്ന് പോയിട്ടില്ല. അതിനുശേഷം കുറച്ച് ഇപ്പം നമ്മുടെ ഇടയിലൊരു വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട ഒരു ചേട്ടനുണ്ടായിരുന്നു. പുള്ളിക്കാരനെ കൊണ്ട് നമ്മുടെ ഫാസിലിൻ്റെ രംഗണ്ണനെ ചെയ്യിപ്പിച്ചു. കരിങ്കാളിയല്ലേ ആ പാട്ടൊക്കെ ചെയ്യിപ്പിച്ചു. പുള്ളിക്കാരൻ ഒരു മടിയും കൂടാതെ വന്നു, എൻജോയ് ചെയ്തു. നമ്മളെല്ലാവരും ആ റീല് എടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ ആ മടിയില്ലായ്മയും എന്താ പറയുക, പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ വന്ന് ചെയ്യാനുള്ള ആ ഒരു മനോഭാവമൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. കാരണം പല പ്രോഗ്രാമുകളിലും പല ആൾക്കാരും ഉൾവലിഞ്ഞ് നിൽക്കുകയും പലതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു തവണയെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിഷ ടീച്ചർ നമുക്ക് കാണിച്ചു തന്നു. ഇപ്പോൾ ഈ കറക്കുന്ന ടീച്ചറുണ്ടല്ലോ, പുള്ളിക്കാരി ഒരു പ്രോഗ്രാമും വരത്തില്ല, ഡാൻസ് കളിക്കാനും വിളിച്ചാൽ വരത്തില്ല. പക്ഷെ ആളെനൊക്കെ ഓണാക്കിയെടുത്ത് എന്താ പറയുക, ഒരിക്കലും ഡാൻസ് കളിക്കാത്ത ആൾക്കാരെ ഡാൻസ് കളിപ്പിക്കുകയും ചിരിക്കാൻ സാധിക്കാതെ പോയ ആൾക്കാരെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തു. നിഷ ടീച്ചറുടെ കഴിവ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഈ പ്രോഗ്രാം ഇത്രയും അടിപൊളിയെന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു സംഭവമാണ് നൊസ്റ്റാൾജിയ, അതായത് കോലുമിഠായി, പിന്നെ മധുരമിഠായി. ഇവിടെ മധുരമിഠായി എന്നാണ് പറയുന്നത്. തന്നിലവ് പല സ്ഥലങ്ങളിൽ പല ഇതാണ് പറയുക. അങ്ങനത്തെ കുറേ മിഠായികൾ ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു മുമ്പ്. അത് കൊണ്ടുവരികയും അത് എല്ലാവരും രുചിക്കുകയും അതിനനുസരിച്ച് കുറേ പഴയ പാട്ടുകൾ പാടുകയൊക്കെ ചെയ്തു. അതൊക്കെ വളരെയധികം എൻജോയ് ചെയ്തു. എന്താ പറയുക, നമ്മൾ ഈ സോഷ്യൽ മീഡിയയ്ക്കും പിന്നെ നമ്മുടെ മറ്റ് വീട് തിരക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി കുറേ പേര് ഒന്നിച്ചുകൂടി നടത്തുന്ന ഒരു പ്രോഗ്രാം. അത് അടിപൊളിയാക്കി. നിഷ ടീച്ചറെ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ കോർഡിനേറ്ററിലെ ഒരാളാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ച് അവിടെ വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് മൊമെൻറ്റ്സൊക്കെ ആയി, കുറേ പേര് ഡാൻസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മളാകെ ഇത്തിരി ബഹളം കൂടുതലായതുകൊണ്ടാണ് ആ പാട്ടും ഇതിലൊന്നും പ്ലേ ചെയ്യാത്തത്. ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ കുറേ ആൾക്കാരുടെ ഒരുമിച്ച് കൂടലും പിന്നെ അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുകയും അവരല്ലാതെ മറന്നുകൊണ്ട് അവരുടെ ആ തിരക്കുകളും തിരക്കുകളൊക്കെ മറന്നുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ അവർക്ക് പറ്റിയെന്നാണ് എല്ലാവരും പറയുക. ഞാനും അങ്ങനെ തന്നെയാണ് പറയണത്. എന്നെയും നിഷ ടീച്ചർ വളരെയധികം ഹാപ്പിയാക്കി. അതുമാത്രമല്ല, നമ്മൾ ലാസ്റ്റ് പോരുന്ന സമയത്ത് ഓരോരുത്തർക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ കുറേ പ്രപ്പോസൽ സീനുകളാണ് കേട്ടോ. വെറുതെ തമാശയ്ക്ക് ഫണ്ണിന് വേണ്ടി ചെയ്യുന്ന ഓരോ കുഞ്ഞു കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നെ അതേപോലെ നാഗവല്ലി ആയിട്ട് കുറേ പേര് അഭിനയിച്ച് കുറേ ടാസ്കുകൾ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരം കുറേ ഫോട്ടോസ് എടുത്തു, കുറേ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പോൾ തന്നെ ഒരുവിധം നമ്മൾ എൻജോയ് ചെയ്യും. പിന്നെ വേണ്ട ഡാൻസ് ചെയ്യണം, വേണ്ട നമ്മുടെയൊക്കെ ഒരു വൈബ് അത് കണക്ട് ചെയ്യാൻ പറ്റിയ കുറേ ആൾക്കാരാണെന്ന് നമുക്ക് തന്നെ തോന്നുന്ന വിധത്തിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനത്തെ പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിലും ആൾക്കാരെ ഒന്ന് ഓണാക്കി എടുക്കുന്നതിലും. അതിനൊരു പ്രത്യേക കഴിവ് വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിഷ ടീച്ചർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കുകയും പിന്നെ അതിനുശേഷം ഏകദേശം ഒരു 4:30 അവിടുന്ന് ഇറങ്ങി എല്ലാവരും ബൈ ഒക്കെ പറഞ്ഞ്